ഹലോ, എൻ്റെ ക്ലേയിൻ്റെ അടുത്ത പരീക്ഷണമാണ് റിംഗ് ഹോൾഡിംഗ് കാക്ടസ്. അപ്പോൾ പുതിയൊരു എയർ ഡ്രൈ ക്ലേ വെച്ചിട്ടാണ് എൻ്റെ ഈ പരീക്ഷണം. ഇത് ഭയങ്കര എളുപ്പമാണ് കേട്ടോ. നമുക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റി എടുത്തിട്ട് ജസ്റ്റ് കൈ കൊണ്ടൊന്ന് സോഫ്റ്റ് ആക്കി എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കിത് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇത് കുറച്ചും കൂടി നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ ഇത് പരത്തി എടുത്തിട്ട് ബേസായിട്ടൊരു സർക്കിൾ ഞാൻ ഒരു മൂടി വെച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിന് ബോർഡർ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ തവണ ചെയ്ത പോലെ തന്നെ റോൾ ചെയ്തിട്ട് അത് അടയാളം എടുത്തിട്ട് മാറ്റി വെച്ചു. പിന്നെ കാക്ടസിൻ്റെ ബോഡിക്കായിട്ട് ഇച്ചിരി കട്ടിയുള്ളൊരു സിലിണ്ടറും കൈകായിട്ട് 2 സ്മോൾ സിലിണ്ടറും എടുത്തിട്ടുണ്ട്. ഇത് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ലറി ഉണ്ടാക്കുന്ന ഒരു 1/4 ഭാഗം വെള്ളത്തിലേക്ക് കുറച്ച് ക്ലേ എടുത്തിട്ട് അത് വെച്ചിട്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ആ റൗണ്ടിൻ്റെ ചുറ്റും ഭാഗത്ത് ഒരു ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും കൊണ്ട് ഒന്ന് വരഞ്ഞിട്ട് കൊടുക്കുക. അതിനെ സ്കോറിംഗ് എന്ന് പറയും. ഇത് തന്നെ നമ്മൾ റൗണ്ടിലും ഇട്ട് കൊടുക്കണം. എന്നിട്ട് രണ്ടും തമ്മിൽ ഈ സ്ലറി വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ ഷേപ്പ് എത്തുമ്പോഴേക്കും നമ്മൾ ബാക്കി വന്ന ഈ സ്ലറി കൊണ്ട് ഇങ്ങനെ സ്മൂത്താക്കി എഡ്ജസ് ഒന്നും കാണാതെ ഷേപ്പ് ചെയ്തെടുക്കാം. സ്ലറി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലപോലെ ജോയിൻറ്റ്സ് കാണാതെ സ്മൂത്തായി വരും കേട്ടോ. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ ബോഡി പാർട്ടും സ്കോർ ചെയ്തിട്ട് 2 ഭാഗത്തും സ്ലറി തേച്ചിട്ട് മിക്സ് ചെയ്യാം. ഒന്ന് പ്രസ് ഡൗൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ഇത് തമ്മിൽ ജോയിൻ ആയി കിട്ടും. ഇനി ഇതിൻ്റെ 2 കൈയും നമ്മുടെ ഡിസൈർഡ് പാറ്റേണിൽ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ജോയിൻ ചെയ്യുന്ന എൻസ് ഒന്ന് പരത്തി കൊടുത്താൽ പെട്ടെന്ന് അത് ഫിക്സ് ആയിട്ട് ഇരുന്നുള്ളൂ കേട്ടോ. ഞാൻ ഇച്ചിരി വലിയ ബ്രാഞ്ച് താഴെയും ഇച്ചിരി ചെറിയൊരു ബ്രാഞ്ച് മുകളിലും ആയിട്ടാണ് ഈ പാറ്റേൺ ഫിക്സ് ചെയ്തേക്കുന്നത്. ഇനി നമ്മൾ ആ സ്ലറി എടുത്തിട്ട് ഒട്ടും ഇതിൻ്റെ എൻസ് ഒന്നും കാണാൻ പറ്റാത്ത വിധം നല്ല രീതിയിൽ സ്മൂത്താക്കി കൊടുക്കണം കേട്ടോ. എന്നാലേ ഒരു ഫിനിഷിങ് ടച്ച് കിട്ടുള്ളൂ. പിന്നെ ഒരു കുഞ്ഞി ഫ്ലവർ ഞാൻ എൻ്റെ ഹെഡിൽ വെച്ചിട്ടുണ്ടേ. ഇനി ഒരു ഡ്രൈ പ്ലേസിൽ ഫുൾ ഡേ ഉണങ്ങാൻ വെക്കണം. ബാക്കി വരുന്ന ക്ലേ വെള്ളം നനച്ചിട്ട് വെച്ചാൽ റീയൂസ് ചെയ്യാം കേട്ടോ നമുക്ക്. ഇനിയിപ്പോൾ ഇതാ പിറ്റേ ദിവസം നല്ല പ്യുവർ വൈറ്റ് കളറിൽ നല്ല സ്ട്രോങ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. സ്മൂത്ത് വാർന്നേ. എന്നിട്ട് ഇതാ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഡാർക്ക് ഗ്രീൻ കളർ ഔട്ടറിനും പിന്നെ ഒരു സ്ട്രൈപ്പ് പോലെ ലൈറ്റ് ഗ്രീൻ കളറും കൊടുത്തിട്ടുണ്ട്. ഫുൾ ബോഡിയിൽ ഞാൻ ആ ഒരു ലൈൻ പോലെ കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ചൊരു ഈസ്തറ്റിക് മയം. പിന്നെ ഇതാ ഹെഡിലെ കാക്ടസ് ഫ്ലവറിന് റെഡ് കൊടുത്തു. പിന്നെ ബോർഡറിന് ഒരു ഡാർക്ക് ബ്രൗൺ കളർ കൊടുത്തു. പിന്നെ കുറച്ച് അറ്റകുറ്റപ്പണികളും. പിന്നെ ക്ലിയർ നെയിൽ പോളിഷ് കൊണ്ടൊന്നൊരു കവറിങ്ങും കൂടി കൊടുത്തപ്പോൾ മിസ് കാക്ടസ് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. മെമ്മറബിളായിട്ട് ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയ ഐഡിയ ഉണ്ടോ? അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വാ. ബൈ ബൈ.